കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കറ്റിലൊരു കുതിപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പെട്ടെന്ന്. അപ്പോൾ ഇന്ന് കേൾക്കുന്ന വാർത്തയല്ല നാളെ എന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമുക്ക് ഈ യുദ്ധത്തിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം വിപണിയിൽ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇത്. അപ്പോൾ ഇതിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു അന്ത്യം വരണം. ഒരു പെർമനന്റ് സൊല്യൂഷൻ മാത്രമേ വരൂ. ഇപ്പം നമ്മൾ കേൾക്കുന്ന പലതും ഇന്ന് ട്രംപ് ഒന്ന് പറയും, നാളെ വേറെ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന വോളറ്റിലിറ്റി മാർക്കറ്റിൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ നമ്മളിപ്പോൾ സംസാരിച്ച പോലെ തന്നെ നമുക്ക് ഒരു റൈറ്റ് പാത്ത് അല്ലെങ്കിൽ ഇന്ന ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു സൊല്യൂഷൻ വേണം. ഇതിനൊരു സൊല്യൂഷൻ ഇന്ന് വേൾഡിൽ ആർക്കും, തുടങ്ങിയവർക്കും അറിയില്ല, അവസാനിപ്പിക്കേണ്ട എവിടെന്നാ അറിയാൻ പറ്റാത്ത. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ നിക്ഷേപകരെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ആസ് എ പേഴ്സൺ എന്ന നിലയിൽ ഞാൻ ഒരു നിക്ഷേപത്തിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഈ മാർക്കറ്റിന് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വന്നേ മതിയാവൂ. അപ്പോൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അൺസ്റ്റെബിലിറ്റി ഒരു പ്രശ്നമാണോ? അല്ല, നമ്മളിപ്പോൾ ലൈഫിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ടെൻഷൻസ് വരുന്ന ദിവസങ്ങളുണ്ടാവും അല്ലേ? നമ്മൾ ടെൻഷൻ അടിക്കുന്നില്ലേ എന്ന് കരുതി നമ്മൾ ലൈഫ് ലോങ് ഈ ടെൻഷൻ ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ദിവസം നമ്മൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇതേ അവസ്ഥയാണ് മാർക്കറ്റിലും. അപ്പോൾ ആ പെർട്ടിക്കുലർ ഇപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ പോലും നമുക്ക് ഈ സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്ന സാധനമാണ് മാർക്കറ്റിന് ഡ്രൈവ് ചെയ്യുന്നത്. അതായത് ഓരോ ദിവസം വരുന്ന പുതിയ പുതിയ വാർത്തകൾ. ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങളെല്ലാം മീഡിയയിലുള്ളതല്ലേ അല്ലേ? നമ്മളെ ഈ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന സാധനത്തിന് വാല്യൂ വരാൻ കാരണം എന്താ? അതായത് അതാണ് ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അട്രാക്ഷനാണ് മാർക്കറ്റിൻ്റെ പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസം ഇന്നിപ്പോൾ നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ വിറ്റിട്ട് പോകേണ്ട ആൾക്കാർ വിറ്റിട്ട് പോകുന്നു. നാളെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നല്ല പോസിറ്റീവ് ന്യൂസ് വരുമ്പം ഈ വിറ്റ് ഇതേ ആൾക്കാർ തന്നെ പോയി വീണ്ടും വാങ്ങുന്നു. ഇതാണ് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക മൂവ്മെൻറ്റിനെ ബാധിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ലോങ് ടേമിലേക്ക് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്കഷൻ്റെ പ്രശ്നമേ അവിടെ വരുന്നില്ല. അതല്ല ഇപ്പോൾ നമ്മൾ ഒരു പ്രതിസന്ധി, പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങുന്നു. ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ച പിന്നെ നമ്മൾ യൂസ്ഡായി. പിന്നെ നമ്മുടെ ദൈനംദിന ജീവിതം അതിനോടനുബന്ധിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂളുകൾ തുറന്നു, ആക്രമണങ്ങളും സംഘർഷങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പതിയെ പഴയ ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക്, നിക്ഷേപകർക്ക് ഇതുപോലെ ഒരു അഡാപ്റ്റബിലിറ്റി ഈ ഒരു സിറ്റുവേഷനോട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം സാധാരണക്കാരന് ഇപ്പം നമ്മൾ രണ്ടുപേരും ഇൻവെസ്റ്റർ അല്ലാന്ന് കരുതുക. ഓക്കെ, നമ്മൾ പുറത്തുനിന്ന് കളി കാണുന്ന ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ചിട്ട് മാർക്കറ്റിൽ എന്ത് നടക്കുന്നത് നമുക്കൊരു വിഷയമല്ല. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നത് മാത്രമേ നമുക്ക് വിഷയം വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാർക്കറ്റിലില്ല, നമുക്ക് പക്ഷേ യുദ്ധം കൊണ്ടുണ്ടായ ഇമ്പാക്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എഫക്റ്റഡ് ആണത്. ഇതേ കാര്യം തന്നെയാണ് മാർക്കറ്റിലും സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് പെട്രോൾ അല്ലേ? ഈ പെട്രോളിൻ്റെ വില കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഇൻഫ്ലേഷൻ കൂടും. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ സാധനങ്ങളുടെ വില കൂടും. എൻഡ് റിസൾട്ട് കോമൺ മാൻ നമുക്കാണ് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കോമൺ മാൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് വരുന്ന ഓരോ കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ടാവും അല്ലേ? നമുക്കിപ്പോൾ ഒരു സാലറി കിട്ടുന്ന ഒരാൾക്ക് അയാൾക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും അല്ലേ? ആ ബഡ്ജറ്റിന് മുകളിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടെൻഷനായി. തീർച്ചയായിട്ടും. ഇതുതന്നെയാണ് കമ്പനികൾക്കും വരുന്നത്. കുറച്ച് വലിയ തോതിലാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ ഒരു കമ്പനിക്ക് റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ഉണ്ടാവും. ഇത് വെച്ചിട്ട് അവരുടെ ബഡ്ജറ്റും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. ആ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടുന്നത് അവരുടെ താളം തെറ്റി. അപ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ റിസൾട്ടിനും ബാധിക്കും. ഇതാണ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇൻവെസ്റ്റർ അല്ലാത്ത സ്ഥിതിക്ക് നമുക്കറിയില്ല, ഇൻവെസ്റ്റർ ആയ സ്ഥിതിക്ക് നമുക്കിത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ റുട്ടീൻ ലൈഫിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പം ചോദിച്ച പോലെ സ്കൂളിൽ കുട്ടികൾ പോകുന്നുണ്ട്, നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ആ കമ്പനിക്ക് എഫക്ട് ചെയ്ത കമ്പനിക്ക് മാറ്റങ്ങളൊന്നുമില്ല അല്ലേ? ആ എഫക്ട് ചെയ്ത് അവിടെ തന്നെ ഉണ്ട്. അത് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ സിറ്റുവേഷനിലും മാറ്റം വരണം. എന്നാൽ മാത്രമേ ഇത് മാറുള്ളൂ. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ ഈ നിക്ഷേപണത്തിന് വിപണിയിലെ ഇടിവ് ഭയന്നിട്ടോ അല്ലെങ്കിൽ വിപണിയിലെ ഇടിവ് പ്രതീക്ഷിച്ചോ പലരും ഇങ്ങനെ വിട്ടു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ ഉപദേശം അനുസരിച്ച് അങ്ങനെ അത്തരം നീക്കങ്ങൾ എത്രത്തോളം നല്ലതാണ്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ ടെൻഷൻ ആവുന്നത്. എപ്പോഴും എല്ലാ കാര്യത്തിലും തീർച്ചയായിട്ടും നമുക്ക് ഒരു ധാരണയുമില്ല, നമുക്ക് ഒരു കൺട്രോളും ഇല്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ വളരെ ടെൻസ്ഡ് ആവും. അപ്പോൾ ഈ പറയുന്ന പ്രെഡിക്ഷൻ എന്ന് പറയുന്ന സാധനം, ഇപ്പം ചോദിച്ച പോലെ ഒരു കറക്ഷൻ വരും എന്നുള്ള ഒരു മുൻകൂട്ടി കാണുന്നു, അല്ലെങ്കിൽ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇനിയും കറക്റ്റ് ചെയ്യുന്നുള്ള ഒരു ഭീതി, ഈ സംഗതികളാണ് പലരെയും പാനിക് ആക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്കൊരു എല്ലാവർക്കും അറിയാം, പിന്നെ അനുഭവിച്ച ഒരു സംഗതിയായിരിക്കും കോവിഡ് സിറ്റുവേഷൻ അല്ലേ?
കോവിഡ് സമയത്ത് മാർക്കറ്റിൽ ഒരു എഫക്റ്റും ആ 2020 മാർച്ച് മാസത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം കേട്ട് തുടങ്ങുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പാൻഡമിക് ഡിക്ലെയർ ചെയ്തോ അന്ന് മാർക്കറ്റ് കൂപ്പുകുത്തി. അന്ന് ഒരു എഫക്റ്റും മാർക്കറ്റിലില്ല, കമ്പനികളൊന്നും ആയിട്ടില്ല. പക്ഷേ സെൻറ്റിമെൻറ്റ് മാറി, ആൾക്കാർ ജനങ്ങൾ പാനിക്കായി, കൂപ്പുകുത്തി. 10 മിനിറ്റ് നീണ്ട ഒരു വാർത്താ സമ്മേളനം മതിയായിരുന്നു എൻ്റെ വേൾഡിലെ മാർക്കറ്റ് ഡൗൺ ആവില്ല. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്തോ വലുത് വരാൻ പോകുന്നു എന്നുള്ള ഭീതിയോട് കൂടിയിട്ട് വിറ്റ് പോകുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇനി തിരിച്ചിട്ട് എഗെയിൻ വിറ്റ് പോയ ആൾക്കാർ ലോവർ ലെവലിലേക്ക്, അതായത് മാർക്കറ്റ് വീണ്ടും താഴത്ത് വരുന്ന പ്രതീക്ഷിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്ന് ആ ലെവലിൽ എത്തുന്ന സമയത്തായിരിക്കും അടുത്ത ന്യൂസിനെ പറ്റിയിട്ട് കേട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇവർ കരുതുന്നത് എന്തായിരിക്കും, വീണ്ടും മാർക്കറ്റ് താഴത്ത് വരും, വീണ്ടും വാങ്ങില്ല. ഇതെല്ലാം കഴിഞ്ഞ് റീകവർ ആവുന്ന സമയത്തായിരിക്കും ഇങ്ങനത്തെ ആൾക്കാർ തിരിച്ച് മാർക്കറ്റിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മാർക്കറ്റ് കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബുൾ റാലി എക്സ്പെക്റ്റ് ചെയ്യുക, അങ്ങനെയല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ വിപിൻ ഫസ്റ്റ് ചോദിച്ച പോലെ ഇതെല്ലാം ഉണ്ടെങ്കിലും ലോങ് ടേമിലേക്ക് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ എന്നുള്ള ചോദ്യം, അവിടെയാണ് പ്രസക്തി അതിന്. കാരണം എന്തെല്ലാം വന്നു കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണ് ഈ പറയുന്ന അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു റിയൽ എസ്റ്റേറ്റ് എന്ന് പറയാം അല്ലേ. റിയൽ എസ്റ്റേറ്റ് ഏറ്റവും നല്ല വാങ്ങാൻ പറ്റുന്ന എപ്പോഴാണ്, റിയൽ എസ്റ്റേറ്റിൽ ഒരു കറക്ഷൻ വരുന്ന സമയത്താണ് റിയൽ എസ്റ്റേറ്റ് വാങ്ങുന്നത്. പക്ഷേ നടക്കുന്നത് എന്താ, തിരിച്ചിട്ടുള്ള സമയത്താണ്. എല്ലാവരും ബൂം സമയത്താണ് റിയൽ എസ്റ്റേറ്റ് പോകുന്നത്. ഇതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. സ്വർണത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ അവിടെ മലയാളികൾക്ക് വ്യത്യസ്തമായിട്ട് കാര്യങ്ങളുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ പറ്റിയുള്ള അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD എല്ലാവരും. കാരണം ചെറുപ്പം മുതലേ കണ്ടുകൊണ്ട് വരുന്ന സാധനം സ്വർണം എന്ന് പറയുന്നത്. ഇത് കുറഞ്ഞാലും കയറിയാലും വാങ്ങുക എന്നുള്ളത് നമ്മുടെ ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം പോലെയായി മാറി. അപ്പോൾ അതുകൊണ്ട് സ്വർണം താഴത്ത് വന്നാൽ മാത്രമേ നമ്മൾ ജ്വല്ലറിയിൽ ആളെ കാണുന്നതും, കൂടിയാലും ഇതേ സംഗതി അല്ല. നമ്മളൊന്ന് റോളിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സ്വർണത്തിന് വില താഴത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ആളുണ്ടാവും, മുകളിലേക്ക് വന്നാലുണ്ടാവും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെടുത്ത് നിന്ന് കിട്ടുന്ന അഡ്വൈസ് കൂടിയല്ല നമുക്ക് കിട്ടിയ അവയർനെസ് ഗോൾഡിനെ പറ്റിയിട്ട്. ഗോൾഡ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ അമ്മമ്മമാർ വാങ്ങി നമ്മുടെ പെങ്ങന്മാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ എവിടെയോ ഇഞ്ചക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഈ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നു, അന്ന് വി ആർ ഡൺ. അന്ന് നമുക്ക് ഈ പറയുന്ന പാനിക് ഒന്നും ഉണ്ടാവില്ല. ആ പാനിക് എന്ന് നമുക്ക് മാറ്റുന്ന അന്നാണ് നമ്മൾ കാശുണ്ടാക്കി തുടങ്ങുക. അതല്ലാതെ എല്ലാവരും വിൽക്കുന്നു, ഞാനും വിറ്റേക്കാം, നാളെ എന്തോ സംഭവിക്കാൻ പോകുന്നു, എല്ലാം വിറ്റ് ക്യാഷിലിരിക്കുക, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കാശുണ്ടാക്കാൻ പറ്റില്ല. ലോവർ ലെവലിൽ വരുന്ന സമയത്ത് വാങ്ങുക എന്നുള്ള ഒരൊറ്റ കോൺഫിഡൻസ്. ഇനി നമ്മുടെ കയ്യിൽ പലർക്കും വരുന്നൊരു ചോദ്യം ഇതാ, കയ്യിൽ കാശില്ലെങ്കിലോ എന്നുള്ളത്. ഓഫ്കോഴ്സ് കാശ് വേണമല്ലോ വാങ്ങാതിരിക്കാം, പക്ഷേ വിൽക്കാതിരുന്നാൽ മതി. ഇത്രയും ചെയ്താൽ മതി, നമ്മുടെ കയ്യിലുള്ള ഹോൾഡ് ചെയ്യുക. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 95% സക്സസ് നമുക്ക് ഉറപ്പിക്കുക ആദ്യമേ. ബാക്കി 5% ഉള്ളൂ നമ്മുടെ ടൈം ബേസ് എന്ന് പറയുന്നത്. താങ്കൾ പോലുള്ള ആളുകൾ വർഷങ്ങളായിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകളെ ഇതിന്റെ ഒരു സാധ്യത പറഞ്ഞ് മനസ്സിലാക്കാനും കൂടുതൽ ആളുകൾ നിക്ഷേപത്തിലേക്ക് ആകർഷിക്കാനുമാണ്. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ മലയാളികൾക്ക് ഒരു ശീലമുണ്ട്, സ്വർണ്ണമൊക്കെ നമ്മൾ നന്നായിട്ട് വാങ്ങുന്ന ഒരു ശീലം കാലങ്ങളായിട്ടുണ്ട് എന്ന്. അപ്പോൾ സ്വർണ്ണം വാങ്ങുന്നൊരു മലയാളി എന്തുകൊണ്ടാണ് ഈ ഓഹരിയിൽ നിക്ഷേപിക്കാൻ മടിക്കുന്നത്? ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മടി കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാവും? അതൊരു എന്താണ് അതിൻ്റെ ഒരു കാരണം? റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടായ ഒരു ത്വര ഉണ്ടല്ലോ സ്വർണത്തിനോടല്ല, സ്വർണം അണിഞ്ഞു കിട്ടുന്ന നമുക്കൊരു സംതൃപ്തി. സംതൃപ്തി. ഇതൊരു നിക്ഷേപം മാത്രമല്ല, ഒരു ആഡംബരം കൂടിയാണ്. അപ്പോൾ അത് ഇപ്പോൾ പല സ്ഥലത്തും നമ്മളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കല്യാണപ്പെണ്ണ് ഏത്, കല്യാണം ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ജനറേഷനില്ല, അതിൽ ചെറിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പഴയ ജനറേഷനിൽ. അപ്പോൾ ആ ഒരു ക്രേസ് ഇല്ലേ, ഇപ്പോൾ ഒരു ജസ്റ്റ് ഞാൻ പലപ്പോഴും നമ്മുടെ പല എപ്പിസോഡിലും പറഞ്ഞൊരു പോയിന്റാണ്, നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു സ്വർണത്തിന് തുല്യമായ ഒരു വാല്യൂ ആ ക്യാഷ് ഇല്ലേ, അത് ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ മുഖത്തിലുണ്ടാകുന്ന മാറ്റം വ്യത്യാസം നമ്മുടെ അല്ല, നമ്മൾ അല്ലേ. അപ്പോൾ 1,20,000 ഇന്ന് ഒരു പവൻ്റെ സ്വർണത്തിൻ്റെ വാല്യൂ എന്ന് കരുതുക. നിങ്ങൾ ഇതേ കാശ് ഒരു ഗിഫ്റ്റ് കൊടുക്കുക, ആ 1 പവൻ കിട്ടുന്നതിൻ്റെ ചിരി മുഖത്തുണ്ടാവില്ല. കാരണം അതൊരു നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന സംഗതി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും, അപ്പോൾ അത് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. അപ്പം സ്വർണത്തിനോടുള്ള അമിതമായ ആവേശമാണ് നമ്മൾ ഈ പറയുന്ന സൗത്ത് ഇന്ത്യൻസിനും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് കൂടുതലായിട്ട്, ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻസാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡിഫറൻസ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പലർക്കും ഉള്ള അവയർനെസ് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ
ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ വന്നിട്ടുള്ളൂ. അതിന് പുറമെ ചെറിയ വിഭാഗം ആൾക്കാർ തീർച്ചയായിട്ടും. അപ്പോൾ എന്റെ ഒന്നും ഒരു താങ്കൾ ഈ പറഞ്ഞ പീരീഡിന് മുമ്പ് ഈ സ്റ്റോക്കിലൊക്കെ ഇതൊക്കെ നമ്മൾ വാർത്ത സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്താ ഇടിയുള്ളതെന്നൊക്കെ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കിയിട്ടുള്ളത്. ഇതിനെ കുറിച്ച് ധാരണയുള്ള ഒരാളെ പോലും കണ്ടിട്ടില്ല. ഇതിൽ ഇടപെടുന്ന ഒരു മനുഷ്യനെയും എൻ്റെ ഒരു വലിയ പ്രായം വരെ ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അല്ല, അതിന് തെറ്റ്. അത് നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, ഇത് നമുക്ക് പറഞ്ഞ പണിയല്ല, ഇത് കുറച്ച് നോർത്ത് ഇന്ത്യൻസിനും പറയുന്ന ഗുജറാത്തീസിനും മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇതൊരു ഗാംബ്ലിംഗ് ആണ്, ഇതിൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഇതിൽ കാശ് കളഞ്ഞ കുറേ ആൾക്കാരെ പറ്റിയിട്ട് മാത്രം കേട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇടിവ് എന്ന് പറയുമ്പോഴേക്ക് എല്ലാവരുടെയും തലയിൽ വരുന്നൊരു കാര്യം കാശ് മൊത്തം പോയി എന്നുള്ളതാണ്. അപ്പം ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഇല്ലാത്ത ആൾക്കാർക്കാണ് ഈ പറയുന്ന ഇതിനോട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഒരു മടി കാണിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പം ഇന്ന് എന്തുകൊണ്ട് അത് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപകരിക്കും. അതിന് ഫ്ലിപ്പ് സൈഡും ഉണ്ട്, ദോഷം ചെയ്യുന്നതും ഉണ്ട്. കാരണം നമുക്കിപ്പോൾ അവയർനെസ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ എല്ലാവരും നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ സ്ക്രോൾ ആയതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാരുടെ വീഡിയോകൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കുറച്ച് ആകാംക്ഷ തോന്നും, എന്താണിത് അറിയാൻ. അപ്പം അങ്ങനെ അറിഞ്ഞു വരുമ്പോൾ ഒരു സൈഡ് കേൾക്കുന്ന എന്താ, പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് അല്ലേ. അപ്പോൾ ഇതിലേക്ക് എടുത്തു ചാടുന്ന ആൾക്കാരുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും, എനിക്ക് പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആ കൺവിക്ഷനിലാണ് വരുന്നത്. ഈ വന്ന ആൾക്കാർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായിട്ടാവില്ല. അത് മനസ്സിലാവുന്നത് ആ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, വിപിൻ FDയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് കരുതുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് 6% ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തതിന് നാളെ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് കിട്ടുമെന്ന് ഗ്യാരണ്ടി ഉണ്ട്, ഉറപ്പല്ലേ. പക്ഷേ വിപിൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 6 മാസം കഴിയുമ്പോഴേക്കും മാർക്കറ്റിൽ ചെറിയ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എടുത്ത വഴിക്കുള്ള കമ്പാരിസൺ എന്തായിരിക്കും, ഞാൻ ഇതേ എമൗണ്ട് FDയിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6% കിട്ടിയാനെന്നുള്ള തെറ്റായ തീരുമാനം മനസ്സിൽ കയറി വരും. അപ്പോൾ കാലങ്ങളെടുക്കും നിങ്ങൾക്ക് ഇത് സത്യാവസ്ഥ മനസ്സിലാക്കാൻ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരിക്കലും, കാരണം നമ്മുടെ കയ്യിലുള്ള കാശ് പോകുന്ന സമയത്ത് ഉപദേശം നമുക്ക് തലയിൽ കയറില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്ന കാശ് പോയി എന്നുള്ള ചിന്താഗതി നമ്മുടെ തലയിലേക്ക് കയറി വരുന്നത്. അതിന് പകരം ആ സമയത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് വേണം. ഇപ്പം നമ്മൾ ഈ കടലിൽ കുളിക്കാൻ പോകുന്നില്ലേ, ആ തിരയിൽ ആസ്വദിക്കുന്ന ആൾക്കാരുമുണ്ട്, അതിൽ അന്ത്യമാകുന്ന ആൾക്കാരുണ്ട്, അവസാനത്തെ നീന്തലായി മാറുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നീന്താൻ അറിയാത്തതുകൊണ്ടാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാം. അതുപോലെയാണ് ഇതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് ധാരണ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് വോളറ്റൈൽ മാർക്കറ്റിലാണെങ്കിലും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും വീൽ മേക്ക് മണി. ഓക്കെ, ദീപക് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയയിൽ റീൽസ് ആയിട്ട് നമ്മൾ കുറേ നിക്ഷേപത്തിന്റെ സാധ്യതകളെ കുറിച്ച് പറയുന്ന മലയാളികളായിട്ട് തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു പർട്ടിക്കുലർ മേഖലയിൽ തന്നെ ധാരാളം റീലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ എങ്ങനെയാണ് അതൊക്കെ, എന്തായാലും ദീപക് ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അത് നോക്കി കാണാറുണ്ട്. അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ, ഈ വലിയ ലാഭം ഓഫർ ചെയ്യുകയും അവരെ കുഴിയിൽ ചാടിക്കുന്നതാണോ, അത് എങ്ങനെയാണ് അതിന്റെ ഒരു സ്വഭാവം? കുഴിയിൽ ചാടിക്കുന്നെന്ന് പറയാൻ പറ്റില്ല, ഇത് മനസ്സിലാക്കുന്നതിൽ വരുന്ന ഡിഫറൻസ് ഉണ്ട്. നമ്മളൊരു ഏതിനൊരു പരസ്യം ഉണ്ടാവുമല്ലോ അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ വ്യക്തി അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ആ സ്റ്റോക്ക് ഇത്ര അപ്രിഷിയേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മാത്രം കാണുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് എന്താ, എല്ലാം ഇങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പക്ഷേ നമ്മൾ ആ 30 സെക്കൻഡ് റീലിന് പകരം മൊത്തം ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ധാരണ കിട്ടുള്ളൂ. എപ്പോഴും ഈ ക്ലിപ്പിംഗ്സിനുള്ള പ്രശ്നം എന്താ, ആ പോയിന്റ് മാത്രം ഡിസ്കഷനിലേക്ക് വരുന്നുള്ളൂ, നമ്മുടെ തലയിലേക്ക് അതിന്റെ ബാക്കിലും മുമ്പിലുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വീഡിയോയിലൊക്കെ ഒരു ഷെയർ വാങ്ങി അത് 100-200% ഇൻ ഇയർ അപ്രിഷിയേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഒരാൾ ധരിക്കുന്നത് എന്താ, ഇനി എല്ലാ സ്റ്റോക്കും ഇതേപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കാശ് ഉണ്ടാക്കാമെന്നാണ്. ഈ തെറ്റിദ്ധാരണയിൽ വരുന്ന ആൾക്കാർ ട്രാപ്പിലാവും. കാരണം എന്നും മാർക്കറ്റിൽ ഇതായിരിക്കില്ല അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് അവയർനെസ് വേണം. അത് മനസ്സിലാക്കി പ്രൊഫഷണലായിട്ട് ആൾക്കാരുടെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്ത് ഇതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടും ഇതിൻ്റെ റിസ്ക് എന്താണെന്നുള്ളതും നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അതിന് മുന്നേ നമ്മുടെ റിസ്ക് അപ്പറ്റൈറ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ വിപ്പിൻ്റെ റിസ്ക് എന്താണെന്നുള്ളത് വിപ്പിൻ്റെ മാത്രമേ അറിയുള്ളൂ അല്ലേ. നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് മാർക്കറ്റിൽ എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല. നിങ്ങളുടെ ഡെപ്ത് ഓഫ് ദ പോക്കറ്റ് എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഭാവിയിലുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ എനിക്കതിനനുസരിച്ചിട്ട് ഒരു അഡ്വൈസ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് മാർക്കറ്റ് അവയർനെസ് എന്ന് പറയുന്നത്. ആ രീതിയിൽ നമുക്കിത് മുൻകൂട്ടി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ, ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു ഒരാൾ, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒന്ന് മാർക്കറ്റിൽ എന്തായാലും അദ്ദേഹം കുറച്ച് വരുമാനം വരുന്നുണ്ട്, അതിൻ്റെ ഒരു നിശ്ചിത ഭാഗം
മാറ്റി വെച്ചേക്കാം എന്ന് വിചാരിച്ച് സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം എന്നത് നിർബന്ധമാണ്. പഠിക്കുന്നേക്കാളും ഇമ്പോർട്ടൻറ്റ് നമ്മൾ അറിയുന്ന ആൾക്കാർ ഡിസ്കസ് ചെയ്യാന്നുള്ളത്. നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുക്കിംഗ് പോലെയാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല, അത് ചെയ്ത് മാറണം. അപ്പോൾ അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റും ഒരാൾക്ക് പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് ഈ പറയുന്ന പ്രൊഫഷണൽസ് അടുത്ത് പോയി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ അവസ്ഥ എന്താ, നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ അടുത്ത് നിന്നൊരു ഉപദേശം തേടുമ്പോൾ മാത്രമേ നമുക്ക് റൈറ്റ് അഡ്വൈസ് കിട്ടുന്നുള്ളൂ. അതല്ലാതെ ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് എന്താ നമ്മുടെ റുട്ടീൻ പറയാന്നുള്ള സംഗതി ഉണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, നമ്മൾ എന്തെല്ലാം കഴിക്കുന്നു. അതേപോലെ ഇപ്പോൾ വിപിൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയണം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയണം, നിങ്ങൾക്ക് എന്തെല്ലാം ബാധ്യതകളുണ്ടെന്ന് അറിയണം. ഇതൊന്നും പറയാതെ എൻ്റെ അടുത്ത് വെറും ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിരുന്നു പറയുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് അഡ്വൈസ് തരാൻ പറ്റും. അപ്പം യു ഹാവ് ടു ബി വെരി ക്ലിയർ, എന്നിട്ട് അഡ്വൈസ് എടുക്കണം. ഒരിക്കലും ഈ വീഡിയോസ് മൊത്തത്തിൽ കണ്ടത് എല്ലാ വീഡിയോ നമ്മളെ ട്രാപ്പിലാക്കുന്നത് പറയാൻ പറ്റില്ല. ട്രാപ്പിലാക്കുന്ന വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അസുഖങ്ങൾ എങ്ങനെ നാടൻ രീതിയിൽ അല്ലേ, എന്ത് കഴിച്ച് ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ക്യാൻസറിൽ വരെ ഒറ്റകൂലി കണ്ടെത്തുകയാണ്. അപ്പോൾ അത് ആ ലെവലിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് ഓഫ്കോഴ്സ് അതിൽ ഒരു ഭാഗം ഡേഞ്ചറസ് ആയിട്ടുള്ള സംഗതി ഉണ്ട്. യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അത്രയും നമുക്ക് മാത്രമേ നമ്മളെ ഈ കാര്യത്തിൽ രക്ഷിക്കാൻ പറ്റൂ. ഇപ്പം വിപിൻ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ തീരുമാനം എടുക്കുന്നു, വേറെ ആൾക്ക് എന്ത് ബാധ്യതയാകും. അപ്പം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാമെന്ന് മാത്രം. നമ്മുടെ ഹാർഡ് ഏൺ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഓക്കെ. അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ ബാധ്യത എന്താണ്, എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളൊരു നിക്ഷേപം തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ താങ്കളുടെ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ വെർജിയിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ താങ്കൾ ആദ്യം എന്നോട് ചോദിക്കുന്നത് എന്തൊക്കെയാണ് പ്രശ്നം, എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ചുള്ള പ്ലാൻ ആവും. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റർ, ഇപ്പോൾ പുതിയതായിട്ട് ഇൻവെസ്റ്റ് വിപിൻ ഒരു പുതിയ ഇൻവെസ്റ്റർ ആയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് ആദ്യം വിപിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയണം. നിങ്ങൾ എന്തിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് അറിയണം. കാരണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത് അതിനനുസരിച്ചാണ് എനിക്ക് അഡ്വൈസ് കൊടുക്കാൻ. ഇപ്പോൾ FDയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിസ്ക് അറിഞ്ഞോളന്നില്ല. അപ്പോൾ ആ റിസ്ക് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളുടെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും അറിയാതെ പെട്ടെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു റോങ് പാത്താണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് അറിയണം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാശ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു 6 മാസം 1 വർഷത്തിൻ്റെ ഉള്ളിൽ ആവശ്യമുള്ള കാശാണെങ്കിൽ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കാശല്ല അത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാനാണ് ഒരു എന്താ പറയുക, നമ്മളൊരു ഫേസ് ടു ഫേസ് ഡിസ്കഷൻ മസ്റ്റായിട്ട് വരും, എസ്പെഷ്യലി പുതിയ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ഇപ്പോൾ ഷംസുദ്ദീൻ സാറൊക്കെ എല്ലായ്പ്പോഴും പറയുന്നതാണ് നമ്മുടെ എന്താണ് നമ്മുടെ വരുമാനം അതിൻ്റെ ഒരു 20% നിക്ഷേപത്തിനായിട്ട് മാറ്റി വെക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ അത്തരമൊരു അല്ലെങ്കിൽ ഒരു മിനിമം എമൗണ്ട് വേണം നിക്ഷേപത്തിന് എന്നുള്ളൊരു അത് അങ്ങനെയുണ്ട്. അപ്പോൾ അതായത് ഒരു സാധാരണ തൊഴിലെടുക്കുന്ന ഒരു പ്രവാസി, അപ്പോൾ അദ്ദേഹത്തിന് വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല, നാട്ടിലേക്ക് അയക്കണം, നാട്ടിലെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യണം, ഇവിടുത്തെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യണം, അതൊക്കെ കഴിഞ്ഞിട്ട് അല്പം ഒന്ന് ചുരുക്കി പിടിച്ചിട്ട് ഒരു ചെറിയ തുകയാണ് നിക്ഷേപിക്കാനുള്ളൂ എങ്കിൽ അത്തരം ആളുകൾ എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടത്? നമ്മൾ തമ്പ് റൂൾ എന്ന് പറയുന്ന സാധനമല്ലേ, എല്ലാ മേഖലകളിലും തമ്പ് റൂൾ ഉണ്ടാവും അല്ലേ. ഈ തമ്പ് റൂൾ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സംഗതിയാണ്. 20% എന്ന് പറയുന്നത് ഒരു തമ്പ് റൂളാണ്, സേവ് ചെയ്യുക എന്നുള്ളത്. ഇനി 20 ഇല്ല, നമ്മുടെ 5 ഉള്ളൂ കരുതുക, ജസ്റ്റ് നമുക്ക് 5% സേവ് ചെയ്യാൻ ബാക്കിയുള്ളൂ. എന്നാൽ 20 എത്തുന്നില്ല, ഞാൻ ഈ 5 സേവ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എന്താവും? ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും സേവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എല്ലാ റൂളും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതെന്തിനാ വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്താലാണ് നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ്. കാരണം നമ്മൾ ഈ ഉറവില്ലാത്ത സമയത്ത് ആണ് നമ്മുടെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇൻകം ഇല്ല. അപ്പോൾ ഇൻകം ഇല്ലാത്ത സമയത്ത് നമുക്ക് എക്സ്പെൻസ് കൂടുക അല്ലേ. നമ്മൾ ജസ്റ്റ് ഒരു ലൈഫിൽ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 7 ദിവസം ഒരാഴ്ചയിലുള്ള എടുക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന എപ്പോഴാണ്? ശനിയും ഞായറും. നമ്മൾ ജോലി എടുക്കാത്ത 2 ദിവസം അല്ലേ. അതെന്താ, നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നത് അപ്പോഴാണ് കിട്ടുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞിട്ട് സ്പെൻഡ് ചെയ്യാൻ ടൈം, നമ്മുടെ ആരോഗ്യം, പല കാര്യങ്ങളും നമുക്ക് അന്നേരം മാറി മാറി വരും. അപ്പോൾ ഒരു 60 വയസ്സിന് ശേഷം നമുക്ക് ഇൻകം ഇല്ല, നമുക്ക് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ജോലി കിട്ടുക അന്ന് മുതൽ നമ്മൾ സമ്പാദിച്ച് തുടങ്ങണം. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ സമ്പാദിക്കാൻ പറ്റില്ല, സാഹചര്യങ്ങൾ പലതായിരിക്കും. എന്ന് കരുതി നമ്മൾ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ 60 വയസ്സിന് ശേഷം നമ്മൾ ആര് നോക്കും? ഒരു വലിയ പ്രശ്നമാണ്. അന്ന് നമുക്ക് ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ദുഃഖിക്കുന്നേക്കാളും നല്ലത് നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങാം. അപ്പോൾ ഒരിക്കലും ശമ്പളം എന്ന് പറയുന്ന സാധനം പലർക്കും പല രീതിയിലായിരിക്കും, എക്സ്പെൻസും പല രീതിയിലായിരിക്കും. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ശീലങ്ങൾ നമുക്കൊന്ന്
ഫോർമലൈസ് ചെയ്യുക, അതായത് ജസ്റ്റ് റെഗുലറൈസ് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക, അതിനെ പറ്റിയിട്ടൊരു അവയർനെസ് നമുക്ക് തന്നെ ഉണ്ടാവണം. നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ സമ്പാദിക്കാം. ഇപ്പോൾ ഒരു 30 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ആലോചിക്കുക, നമ്മളെപ്പോഴും ചിന്തിക്കും ഒരു 20-25 വർഷം മുന്നേ നമ്മൾ ഇന്നതുപോലെ ചെയ്തിരുന്നെങ്കിൽ എന്നൊരു ബോധം നമുക്ക് വന്നു തുടങ്ങും. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ മിസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പം പലരും പറയുന്ന ആൾക്കാർ ആ സമയത്ത് ഞാനത് വാങ്ങിയിരുന്നെങ്കിൽ ഇത്ര വാല്യൂ ആയേനെ, ഫ്യൂച്ചറിൽ വലിയ പ്രസക്തി ഇല്ല. അപ്പം അതിൻ്റെ കാര്യമില്ല. അപ്പം നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ മാത്രമേ അതിൽ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക 5% നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഓക്കെ. ഇനിയിപ്പോൾ ഈ വിപണിയുമായി ബന്ധമില്ലാത്ത മറ്റൊരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ വിവാഹിതയാവുമ്പോൾ മാതാപിതാക്കൾ അവർക്ക് സ്വർണം സ്ത്രീധനമൊക്കെ സമ്മാനമായിട്ട് നൽകാറുണ്ട്. ഒരു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീധനം എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് കേരളത്തിൽ. ആ പേരിന് ചില മാറ്റങ്ങൾ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നല്ലാതെ ഇത് അവർക്കൊരു സുഖകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ സഹായിക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ്. സത്യത്തിൽ ഇത് അങ്ങനെയാണോ? അപ്പോൾ അങ്ങനെ ഒരു സമ്മാനമായിട്ട് നൽകാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ എന്താണ്? ഞാനിപ്പം അതിന് കോൺട്രറി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഞാൻ ഈ ഇൻഡസ്ട്രിയിലായതുകൊണ്ട് സംസാരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഗോൾഡ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? ഗോൾഡ് എന്ന് പറയുന്ന സാധനം ഒന്ന് നമുക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള സാധനം, അതാണ് ഫസ്റ്റ് ഗോൾഡ് കൊടുക്കാൻ കാരണം അല്ലേ. അപ്പോൾ ഗോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടും, ഇത് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. പക്ഷേ ഒരു 80% ആൾക്കാർക്കും ഇതിൻ്റെ യൂസ് മാറിപ്പോവുക ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞ സമയത്തേക്ക് പിന്നെ നമ്മളിത് വേറെ പല ആവശ്യത്തിന് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിൽക്കുന്നു, അല്ലെങ്കിൽ പണയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വേറെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഇത് പല രീതിയിലും ഈ ഡൗറിക്കുള്ള ഏറ്റവും വലിയ ഡേഞ്ചർ അതാണ്. അപ്പം ഈ ഒരു റീസൺ നമുക്കിതേ കൊടുക്കാനുള്ളൂ. നമ്മുടെ പല എന്താ പറയുക ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഡൗറി എന്നുള്ളത് ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഗോൾഡായിട്ട് കൊടുക്കാറുണ്ട്. അതെ. അപ്പോൾ ഈ പറയുന്ന ഗോൾഡ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം കല്യാണത്തിന് ഒരു പെണ്ണിനെ ഒരുക്കുക എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഒരു ഷോ. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ നോക്കുക. നമ്മൾ 50 ലക്ഷത്തിൻ്റെ ഗോൾഡ്, ഇന്നത്തെ 50 ലക്ഷം എന്ന് വലിയ അധികം പവനൊന്നും ഇല്ല. 50 ലക്ഷത്തിൻ്റെ ഗോൾഡ് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക്, പാരൻസിന്, ആ കുട്ടിക്ക് ജോലി ഇല്ലെങ്കിലും ജീവിക്കാൻ പാകത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഒരു 50 lakhs ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു മാസം 30,000 രൂപ, അതായത് കല്യാണം കഴിഞ്ഞ് അടുത്ത മാസം മുതൽ ഈ കുട്ടിക്ക് 30,000 രൂപ നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യാം. ഇത് ഒരു 20-25 വർഷം ആകുമ്പോഴേക്ക് 3-4 ഇരട്ടിയായി മാറും ഈ 50 ലക്ഷം. പ്ലസ് നമുക്ക് 30,000 കിട്ടുന്നത് കിട്ടിക്കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് എത്ര പേര് ഉൾക്കൊള്ളും? അല്ല, എൻ്റെ ഒരു ചെറിയ സംശയം ദീപക്, അപ്പോൾ ഇതേ സമയം കൊണ്ട് നമ്മുടെ ഇപ്പോൾ സ്വർണ്ണം കൊടുക്കുകയാണെങ്കിൽ സ്വർണ്ണത്തിന്റെ മൂല്യത്തിൽ ഒരു ക്രമാനുഗതമായ വളർച്ച ഇൻകം കിട്ടുന്നുണ്ടോ? സ്വർണ്ണത്തിന് ഇൻകം കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് എന്താ? അപ്പം നമ്മുടെ ഏതൊരു മനുഷ്യനും വാല്യൂ എപ്പോഴാ? ആളുടെ കയ്യിൽ കാശുണ്ട്, അതാണ് സത്യം. തീർച്ചയായിട്ടും. എന്ത് നമ്മൾ അവിടെ പണമില്ലാത്തവർ പിണം ഒരു യാഥാർത്ഥ്യമാണ്, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് നമുക്ക് നഗ്നമായ സത്യമാണ്. ഇപ്പൊ പലരും എന്ത് വാല്യൂ പറഞ്ഞ് ബഹുമാനിക്കുന്നുണ്ട്, ആ ബഹുമാനത്തിന് പിന്നിൽ ഒരു സാധനമുണ്ട്, അയാളുടെ കാശ്. അതെല്ലാം ഇല്ലാതായി കഴിയുമ്പോൾ നമുക്ക് സത്യത്തിൽ അറിയാം എന്തായിരുന്നു ബഹുമാനം, ഡെഫിനിഷൻ എന്താണല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു ലേഡി കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 90% ആൾക്കാർ അളക്കുന്നത് ഈ പണത്തിൻ്റെ മുകളിലാണ് അല്ലേ. അപ്പം നാളെ വരുമാനം കൂടി ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഞാൻ ആരും കുറ്റപ്പെടുത്തി പറയുന്നില്ല, ഇതൊരു പൊതുവേ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ആ കുട്ടിക്ക് ഒരു ഇൻകം കിട്ടുന്ന രീതിയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് വേറെ ആരുടെയും കൈ നീട്ടേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഗോൾഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഗോൾഡിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടുന്നില്ല. പക്ഷേ ഗോൾഡ് നല്ലത് തന്നെ, ഞാൻ ഒരിക്കലും അതിനെ മാറ്റി പറയുന്നില്ല. ഗോൾഡ് മാത്രം കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഉണ്ട്. അതിന് പകരം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുക, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യും, പ്ലസ് നമുക്കൊരു ഇൻകം ആയിട്ട് കിട്ടും. ഈ രീതിയിലേക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ്. തീർച്ചയായിട്ടും. പിന്നെ ഗോൾഡ് കൊടുക്കുന്ന ആൾക്കാർക്ക് തീരുമാനിക്കാം. തീർച്ചയായിട്ടും. അതല്ല, ചുരുക്കത്തിൽ ദീപക് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മകൾക്ക് നിങ്ങളൊരു 50 പവൻ സ്വർണം സമ്മാനമായിട്ട് ഡൗറി ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും, ആ 25 പവന്റെ മൂല്യത്തിലെങ്കിലും കുറച്ച് ഓഹരി സമ്മാനമായിട്ട് നൽകുക. അതവർക്ക് എല്ലാ കാലത്തേക്കുമുള്ള ഒരു നീക്കിയിരിപ്പായിട്ട് മാറും എന്നുള്ളതാണ്. അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്കറിയില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതൊരു നീക്കിവെപ്പും ഒരു മുൻകരുതലും സുരക്ഷയും ഒക്കെ ആയിട്ട് മാറും സ്വർണത്തേക്കാൾ എന്നുള്ളൊരു വളരെ ക്രിയാത്മകമായ നിർദ്ദേശമാണ്. തീർച്ചയായിട്ടും ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മുടെ യുവർ മണിയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഏതെങ്കിലും നിക്ഷേപവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട്
സംസാരിക്കാം, നേരിട്ട് പോയി മീറ്റ് ചെയ്യാം, അതിന് വിളിക്കാം. മൊബൈൽ നമ്പർ ഇതൊക്കെയാണ്: 05064678001. ഇനി ദുബായിൽ നിന്നാണെങ്കിൽ 043555900. അബുദാബിയിൽ 026441555. ഷാർജയിൽ 06573255. ഇമെയിൽ വിലാസം ഇതാണ്, kvshams@gmail.com. നമസ്കാരം. താങ്ക് യു.